ഇവിടെ നമ്മൾ ലോൺ റിക്വസ്റ്റും ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റും പറഞ്ഞു കഴിഞ്ഞു. അതെങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണും. അതുപോലെ തന്നെ ഒരു വ്യക്തി ലോൺ ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ലോൺ റിക്വസ്റ്റും ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റൊന്നും എൻ്റർ ചെയ്യേണ്ടതായിട്ട് ഇല്ല. തുടർന്ന് മെമ്പർ ലോൺ റീഷെഡ്യൂളിംഗ് ആണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത്. മെമ്പർ ലോൺ റീഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വായ്പ ആവശ്യപ്പെട്ട് ആ കാലാവധിക്കുള്ളിൽ നമുക്ക് തിരിച്ചടയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇവിടെ ഈ ലോൺ റീഷെഡ്യൂൾ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതെന്നുള്ള റീസൺ അവിടെ കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് മെമ്പർ ലോൺ റീഷെഡ്യൂളിംഗ് സെലക്ട് ചെയ്യുക. ഇവിടെ ഏത് അംഗമാണോ വായ്പ എടുത്തത്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഏതെങ്കിലും ഒരു അംഗത്തെ കൊടുക്കാം. ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് കാണാനായി സാധിക്കും. അവിടെ 3 ഡോട്ടിൽ പ്രസ് ചെയ്ത് മോഡിഫൈ ലോൺ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്ററായി കാണാനായിട്ട് സാധിക്കും. ഇവിടെ റീസൺ കൊടുക്കുക, ഫാമിലി ഹെൽത്ത് ഇഷ്യൂ കൊടുക്കുക. നമുക്കിവിടെ പീരീഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കുറവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ പലതരത്തിലുള്ള ഏത് റീസൺ ആണോ കൊടുക്കുന്നത് അവിടെ നമ്മൾ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവിടെ പുതിയ EMI വരുന്നതായിട്ട്, അതായത് പുതിയതായിട്ട് നമുക്ക് അടയ്ക്കേണ്ട ഓരോ മാസവും അടയ്ക്കേണ്ട EMIയുടെ പുതിയ ഷെഡ്യൂൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും. തുടർന്ന് നമ്മൾ ക്യാൻസൽ കൊടുക്കുക. ഇതുപോലെ ഏതെങ്കിലും വ്യക്തിക്ക് വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി അവർക്ക് വീണ്ടും കാലാവധി നീട്ടി കിട്ടണമെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തതായി സേവിങ്സ് വിഡ്രോവലാണ് എൻ്റർ ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് സേവിങ്സ് വിഡ്രോവൽ സബ് ഹെഡ് സെലക്ട് ചെയ്യുക. വരുന്ന പേജിൽ പ്ലസ് ന്യൂ വിഡ്രോവൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അയൽക്കൂട്ട അംഗം പിരിഞ്ഞു പോവുകയാണെങ്കിൽ അവരുടെ സേവിങ്സിൽ നിന്നാണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് നമുക്കിവിടെ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അയൽക്കൂട്ട അംഗത്തിന് ഏതെങ്കിലും കാരണത്താൽ സമ്പാദ്യത്തുക പിൻവലിക്കേണ്ടി വന്നാൽ അതും നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അവരുടെ സേവിങ്സിൽ നിന്നുള്ള പിൻവലിക്കലാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഏത് അംഗത്തിനാണോ എമൗണ്ട് പിൻവലിക്കേണ്ടത് ആ അംഗത്തിൻ്റെ പേര് സെലക്ട് ചെയ്യുക. വിഡ്രോവൽ ടൈപ്പ് കമ്പൽസറി സേവിങ്സും വോളണ്ടറി സേവിങ്സും മാത്രമാണുള്ളത്. കമ്പൽസറി സേവിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആഴ്ചവരി, അതായത് നമ്മുടെ സമ്പാദ്യം, കമ്പൽസറി സേവിങ്സ് കൊടുക്കുക. അപ്പോൾ അവരുടെ നാളിതുവരെയുള്ള സമ്പാദ്യ തുകയാണ് സിസ്റ്റം ജനറേറ്റ് ആയിട്ട് ഇവിടെ എമൗണ്ട് സേവ്ഡ് എന്ന കോളത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. തൊട്ട് താഴെ വിഡ്രോവൽ എമൗണ്ട്, ഈ ഒരു അംഗം പിരിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് മുഴുവൻ എമൗണ്ടും കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ എന്തെങ്കിലും കാരണത്താൽ കുറച്ച് പൈസ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അവർക്കുള്ള എത്ര രൂപയാണോ എടുക്കുന്നത് ആ പൈസയാണ് വിഡ്രോവൽ എമൗണ്ടിൻ്റെ കോളത്തിൽ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ 18,700 തന്നെ നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് അവിടെ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഏതെങ്കിലും അയൽക്കൂട്ട അംഗത്തിന് അതായത് അയൽക്കൂട്ട അംഗം അയൽക്കൂട്ടത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിലോ അവരുടെ സേവിങ്സിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള പിൻവലിക്കലാണെങ്കിലോ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ കൊടുത്ത് സേവ് ചെയ്യാവുന്നതാണ്. അടുത്തതായി മെമ്പർ സമ്മറിയാണ്. അയൽക്കൂട്ടത്തിലെ അംഗങ്ങളുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനാണ് മെമ്പർ സമ്മറി ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മെമ്പർ സമ്മറി എന്ന സബ് ഹെഡ് സെലക്ട് ചെയ്യുക. വരുന്ന പേജിൽ ഏത് അംഗത്തിൻ്റെയാണോ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാനുള്ളത് ആ അംഗത്തിൻ്റെ പേര് കൊടുക്കുക. തുടർന്ന് അവരുടെ സേവിങ്സും അവരുടെ വായ്പാ തുകയും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ മെമ്പേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനായിട്ട് മെമ്പർ സമ്മറിയിലൂടെ നമുക്ക് സാധിക്കും.